ഞാനിന്ന് പറയാൻ പോകുന്ന ആരെക്കുറിച്ച് വെച്ചാൽ നമ്മളെ റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതി ജേർണലിസ്റ്റ് എന്നാ പറയുന്നത്. അവരെയൊക്കെ ജേർണലിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റുന്ന അനക്കൊന്നുമില്ല കേട്ടോ. കാരണം ജേർണലിസം പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടല്ലോ, ഒരിക്കലും എങ്ങനെ ജേർണലിസ്റ്റ് ആകാതിരിക്കാം എന്ന് ഇവരെ കണ്ടുപിടിക്കാം. അല്ലാണ്ട് എങ്ങനെ ജേർണലിസ്റ്റ് ആകാന്നല്ല, എങ്ങനെ ആകാതിരിക്കാന്ന് കണ്ടുപിടിക്കാം. കാരണം ആ ചില സംഖ്യയാണ് ഓക്കെ, ഇവരൊരു മാധ്യമ പ്രവർത്തകയും കൂടിയാണെന്നുള്ളൊരു ബോധം വേണ്ടേ. സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് കോപ്രായങ്ങൾ കാണിച്ചു കൂടുന്ന കോപ്രായങ്ങൾ, ഇവരെ ധാരണ ഇവരെ സംഖ്യകൾ, ഇവരെ കുറച്ച് വീഡിയോസ് എല്ലാം BGM ഇട്ടിട്ട് കാണിക്കുമ്പോൾ ഇത് ഭയങ്കര സംഭവം എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് തന്നെ ഇരുന്നിട്ട് ഇവരെ വീഡിയോ ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ ഇതെല്ലാം കേട്ട അതെല്ലാം കാണാൻ ശരിക്കും ഇവർക്ക് തന്നെ ഒരു നാണക്കേട് തോന്നുന്നില്ലേ? ഇവിടെ സംഖ്യക്ക് നാണക്കേടുണ്ടാ? സംഖ്യ എന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടില്ലാത്ത തൊലിക്കട്ടീന്റെ സാധനങ്ങളാണല്ലോ. ഇന്നലെ അരുൺകുമാർ നമ്മൾ 8ന്റെ പണി കൊടുത്ത് സുജയ പർവതിനെ. പക്ഷെ ഇതിന്റെ അകത്തുള്ളത് ചെറിയത് കട്ടാക്കിയിട്ട് സംഖ്യകൾ എടുക്കും, പക്ഷെ സംഖ്യകൾ എടുത്തിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ സുജയ പർവതി 3G ആയിപ്പോയി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാലോ. നിങ്ങൾ പൃഥ്വിരാജിനെ അല്ല ഭയക്കുന്നത്, പൃഥ്വിരാജിന്റെ ഭാര്യ പോലും ഭയക്കുന്നു. പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ ഭയക്കുന്നു ഇവിടുത്തെ BJP നേതൃത്വം. അതുകൊണ്ട് നോക്കൂ, ഈ ഇരിക്കുന്ന സുജയെ പോലും അപമാനിക്കുന്ന രീതിയിലാണ് ഈ B ഗോപാലകൃഷ്ണന്റെ പ്രസംഗം. എന്താ B ഗോപാലകൃഷ്ണൻ പറഞ്ഞതറിയോ? മല്ലിക സുമാരൻ ആദ്യം പോയി വീട്ടിലിരിക്കുന്ന മരുമകളെ അമ്മായിയമ്മ നിലയ്ക്ക് നിർത്തണമെന്ന്. കേരളത്തിലെ 2K കിഡ്സാ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി B ഗോപാലകൃഷ്ണന്റെ സംഘപരിവാർ ബോധം പിൻപറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. എക്സ്പോസ് ചെയ്തിരിക്കുന്നു സംഘപരിവാറിനെ. എങ്ങനെ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്? അമ്മായിയമ്മമാർ വീട്ടിൽ നിലയ്ക്ക് പെണ്ണുങ്ങളാണ്. സംഘിക്ക് ഉത്തരം മുട്ടുമ്പം മുന്നേ ഏതൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം, പാകിസ്ഥാൻ, പിന്നെ തീവ്രവാദം, ഈ 3 പറയാണ്ട് സംഖ്യക്ക് ജീവിക്കാൻ കഴിയില്ല. അതായത് ഒരു മിനിറ്റിനിടെ ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് അവർ പറയും. അത് തന്നെയാണ് സുജയ പർവ്വ. അത് സ്ത്രീനെ അവമാനിച്ചു. ഇവിടെ ഒരു സ്ത്രീയല്ലേ, ഒരു സ്ത്രീനെ അവമാനിച്ചതിനാന്ന് ഇവർ പറയുന്നത്. അതിന് വരെ ഓള് സപ്പോർട്ട് ചെയ്തു. അയ്യോ എന്റെ മുസ്ലിം വിട്ടൊരു കളിയില്ലേ ഇവര് കേട്ടാ. തുറന്ന് കാട്ടപ്പെടുമ്പോ പൊള്ളും സുജയ. വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾ അമ്മായിയമ്മമാർ നിലയ്ക്ക് നിർത്തേണ്ട പീസുകളാണ്, അല്ലെങ്കിൽ വ്യക്തികളാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന B ഗോപാലകൃഷ്ണൻ ഉണ്ടല്ലോ. വീട്ടിൽ അമ്മായിയമ്മമാർ മരുമക്കളെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആ ആറ്റിറ്റ്യൂഡ് എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഹരൺ പാണ്ഡ്യ എക്സ്പോസ് ചെയ്യപ്പെട്ടു, ബാബു ബജ്രംഗി എക്സ്പോസ് ചെയ്യപ്പെട്ടു, മായ കൊട്നാനി എക്സ്പോസ് ചെയ്യപ്പെട്ടു, ബിൽക്കിസ് ബാനു എക്സ്പോസ് ചെയ്യപ്പെട്ടു, ബിൽക്കിസ് ബാനുവിന്റെ കൊലപാതകി രാഹുൽജി എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഇതെല്ലാം ഗുജറാത്ത് കലാപത്തിനെ പറ്റിയാ പറയുന്നത് കേട്ടാ. സംഖ്യകള് വെക്കുന്ന വടി കുണ്ടിക്കാതെ നമ്മൾ പറയില്ലേ, അതന്നെയാണ് അവരെ ധാരണ. അവരെന്തോ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടതാണ്. ഇപ്പത്തെ 2K കിഡ്സ് സെർച്ച് ചെയ്യുന്ന, ഗൂഗിളിൽ സെർച്ച്, യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇതാണ് ഗുജറാത്ത് കലാപത്തിനെ പറ്റിയിട്ടാണ്. ഇവരാരൊക്കെയാണ് ഈ കൊലപാതകൾ ആരൊക്കെയാണെന്ന് സെർച്ച് ചെയ്യുന്നത്. അതാണ് അരുൺകുമാർ പറയുന്നത്. സംഖ്യ എന്നാലും വിട്ടുകൊടുക്കില്ല തന്നെയാണ് നമ്മളെ രാഹുൽജിയുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ സ്വീകരണം എക്സ്പോസ് ചെയ്യപ്പെട്ടു. ഈ അഹമ്മദാബാദിലെ 2000-ഓളം വരുന്ന കൊലപാതകങ്ങളുടെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് കേരളത്തിലെ കുട്ടികൾ മനസ്സിലാക്കി. വംശഹത്യയായിരുന്നു അത്, ജീനോസൈഡ് ആയിരുന്നു അത്, ഇറ്റ്സ് നോട്ട് എ മിയർ റയട്ട് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. ആ സിനിമയുടെ ട്രെൻഡ് അതാ. നിങ്ങൾക്ക് 24 കട്ടിൽ നോക്കൂ, 7 കട്ടുകൾ ബാബു ബജ്രംഗിയുടെ പേരെടുത്തു മാറ്റിയതാ. ചരിത്രത്തിൽ നിങ്ങൾക്ക് എടുത്തു മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഗോഡ്സെ എടുത്തു മാറ്റാം, ഗാന്ധിവധം ഒഴിവാക്കാം. പക്ഷേ പുതിയ കുട്ടി അത് സിനിമകളിലൂടെ പഠിക്കും, കവിതകളിലൂടെ പഠിക്കും, ചരിത്രത്തിലൂടെ അവരെ പഠിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ച ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കും. ലജ്ജയില്ലേ എന്ന് ചോദിക്കുന്നതാണ് സത്യം. ലജ്ജയില്ല നിങ്ങൾക്ക് സംഖ്യകളെ? നിങ്ങൾ എന്തൊക്കെ പാഠപുസ്തകം ഒഴിവാക്കി, എല്ലാ കലാപങ്ങളും ഒഴിവാക്കി, പുതിയ പുതിയ ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നത് ഇവര്. പുതിയ ചരിത്രം. അതായത് BJP ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയ ചരിത്രം ഉണ്ടായിന്. നമുക്ക് പട്ടാളം ഉണ്ടായത് BJP ഭരിക്കാൻ തുടങ്ങിയ ശേഷമാണ്. നമുക്ക് വിദേശത്ത് പോയിട്ട് കാര്യങ്ങൾ കിട്ടിയത് BJP ഉണ്ടായ ശേഷമാണ്. ഇതൊക്കെ ഇവര് പറയുന്നത്. ഇന്ത്യയിൽ ദൈവങ്ങൾ, ഹിന്ദു ദൈവങ്ങൾ ഉണ്ടായതും അമ്പലങ്ങൾ ഉണ്ടായതും വരെ BJP വെച്ചതിന് ശേഷമാണ് ഇവർ പറയുന്നത്. ഇതുമാതിരി ചാണകങ്ങൾ ഇപ്പത്തെ കുട്ടികളോട് ഇത് പറഞ്ഞേക്കല്ലട്ടാ. ഒന്ന്, സംഘപരിവാറിനെ തുറന്നു കാട്ടി ഈ സിനിമ ഈ 24 കട്ടോടുകൂടി പ്രദർശിപ്പിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ളതാണ്. കാരണം 2002 ഈ ഗോദ്ര കലാപവും പിന്നീട് അഹമ്മദാബാദ് റയോട്ടും നരോദ പാർട്ടിയും നടക്കുമ്പോൾ അന്ന് ജനിച്ച കുഞ്ഞിന് ഇപ്പൊ പ്രായം 23 വയസ്സാണ്. അതായത് 23 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. 2K കിഡ്സ് എന്നറിയപ്പെടുന്ന 17-18 വയസ്സുള്ള അടുത്ത വോട്ടർമാരായിട്ട് വരുന്ന ന്യൂജൻ പിള്ളേരുണ്ടല്ലോ, ഇവർക്ക് ഗോദ്രയും ഈ പറയുന്ന അഹമ്മദാബാദ് റയോട്ടും ഒക്കെ പാഠപുസ്തകങ്ങളിൽ മാസ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററിയാണ്. അഥവാ പൂർണ്ണമായിട്ടും പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയാണ്. ആ പഠിപ്പിക്കപ്പെടാതെ പോയ ഹിസ്റ്ററിയിൽ ബാബു ബജ്രംഗി എന്ന പേരിൽ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും കേട്ടിട്ടില്ലെന്ന് എനിക്കുറപ്പാണ്. ഇനിയെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ യുവതലമുറ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചരിത്രം പഠിക്കുക, BJP എന്താന്ന് പഠിക്കുക. തൃശ്ശൂരിലെ ജനതക്ക് ഒരിക്കൽ തെറ്റ് പറ്റി, അവരെ അടുത്ത പ്രാവശ്യം തിരുത്തുന്നതാണ് എൻ്റെ
എൻ്റെ ഒരു പ്രതീക്ഷ. തിരുത്തും. അതുപോലെ ഇനി വോട്ട് ചെയ്യാൻ പോകുന്ന യുവതലമുറ, ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും നിങ്ങൾ ആലോചിക്കുക, BJPനെ പറ്റി ആലോചിക്കുക. അവരെന്താണെന്ന് ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന ചരിത്രമല്ല, പണ്ടേ എഴുതപ്പെട്ടുള്ള ചരിത്രം. അവർ തന്നെ പുറത്ത് പറയുന്ന ചരിത്രം. ഇപ്പം കണ്ടില്ലേ എമ്പുരാൻ, ഒരു സിനിമയെ എത്രമാത്രം ഭയക്കുന്നു നോക്കട്ടെ. ആ ബാബു ബജറംഗി എന്നുള്ള പേര് മാറ്റി ബാബു മോൻ അങ്ങനാക്കിക്കോ. എന്നാലും നമ്മൾ പറയും ഇത് BJP പിന്നെ ഗുജറാത്തിൽ നടത്തിയ കലാപത്തിൽ അതേ പ്രതിയുടെ പേര് തന്നെയാണ് ബജ്റംഗി. ആ പേര് വരെ എക്സ്പോസ് ആയിപ്പോയി. എന്നിട്ട് സംഖ്യകൾ വിടൂല. നരോദ പാർട്ടി എന്ന കേസും കേട്ടിട്ടില്ല. കൗസർ ബാനു എന്ന് പറയുന്ന പൂർണ്ണഗർഭിണിയായ സ്ത്രീ എങ്ങനെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് കേട്ടില്ല. മായ കൊട്നാനി എന്ന് പറയുന്ന BJPയുടെ ഒരു ഗൈനക്കോളജിസ്റ്റായ മന്ത്രിയെ എങ്ങനെയാണ് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടത് എന്നത് കേട്ടിട്ടില്ല. ആ മന്ത്രി ചെയ്തറിയല്ല, 100ഓളം ഗർഭിണികളെ വയറ് പൊളർക്കുകയത് മന്ത്രിയാക്കി എന്റെ അവരെല്ലാം. അതാ ആലോചിക്കണ്ടേ BJP. അയാൾ എങ്ങനെയാണ് ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവരുടെ വയറ് കീറി ഭ്രൂണം പുറത്തെടുത്താണ് ഞാൻ കൊന്നത് എന്ന് ആശിഷ് ഖേതൻ എന്ന ജേർണലിസ്റ്റിന് നൽകിയ ഇന്റർവ്യൂയെ കുറിച്ച് അവർ കേട്ടിട്ടില്ല. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിലെ 2K കിഡ്സ് നരോദ പാർട്ടിയെ കുറിച്ച് അന്വേഷിക്കുന്നു, ബാബു ബജറംഗിയെ കുറിച്ച് അന്വേഷിക്കുന്നു, BJPയുടെ മായ കൊട്നാനിയെ കുറിച്ച് അന്വേഷിക്കുന്നു. അവരുടെ സെർച്ചിലെത്തുന്നു ഗോദ്ര, അവരുടെ സെർച്ചിലെത്തുന്നു നരോദ പാർട്ടിയ. ആ നരോദ പാർട്ടിയിൽ ഹരൺ പാണ്ഡ്യ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മന്ത്രിയുണ്ട് കേട്ടോ. ഗുജറാത്തിലെ ഹോം മിനിസ്റ്റർ ആണ് കേട്ടോ. സുനിത വില്യംസിന്റെ കസിനാണ് കേട്ടോ. ആ ഹരൺ പാണ്ഡ്യ കൃഷ്ണയ്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയുണ്ട് കേട്ടോ. ആ മൊഴിയിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കേട്ടോ. ആ സ്റ്റേറ്റ്മെന്റിൽ യഥാർത്ഥത്തിൽ 2K കിഡ്സ് തെരഞ്ഞു പോകുമ്പോൾ അങ്ങേയറ്റത്ത് ചെന്ന് നിൽക്കുന്ന രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേര് ജസ്റ്റിസ് VA കൃഷ്ണയുടെ മൊഴിയിൽ ഈ പറയുന്ന റിപ്പോർട്ടിലുണ്ട് കേട്ടോ. അതൊക്കെ പുതിയ 2K കിഡ്സ് പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഹരൺ പാണ്ഡ്യ കൊല്ലപ്പെട്ടു കേട്ടോ. ഇനി ഹരൺ പാണ്ഡ്യ കൊല്ലപ്പെട്ടെന്ന് മാത്രമല്ല, അതെങ്ങനെ കൊല്ലപ്പെട്ടു എന്നതും കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ശവശരീരത്തിൽ റീത്ത് വയ്ക്കാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ലെന്ന് ഹരൺ പാണ്ഡ്യയുടെ അച്ഛൻ പറയുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുതിയ തലമുറ കേൾക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ സിനിമ കേൾപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആരെ റീത്ത് വെക്കാൻ വിടാത്തതെന്ന് അറിയാലോ ഹരൺ പാണ്ഡ്യന്റെ പിതാവ് നരേന്ദ്രപ്രസാദിന് കേട്ടാ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല സിനിമാ നടൻ നരേന്ദ്രപ്രസാദിന്. എന്റെ സുജയ പാർവതി, നിങ്ങളെ കോപ്രായങ്ങളും ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ കാണുന്നത് നിങ്ങളെ കോപ്രായങ്ങൾ മാത്രം. നിങ്ങളെ പാർട്ടിന്റെ RSSന്റെയും BJPന്റെയും കോപ്രായങ്ങൾ ഇപ്പോഴത്തെ പുതു തലമുറ കാണുന്നത്. അവർ സൂക്ഷ്മം വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെല്ലോ. ഞാനല്ലോ ഓക്കെ, ഞാനൊരു ചെറിയൊരു യൂട്യൂബും കൊണ്ട് നടക്കുന്ന ടീം. എൻ്റെ എല്ലാം വായിന്നോ എൻ്റെ എല്ലാം കോപ്രായങ്ങളോ ചിലപ്പം അതുപോലെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ജേർണലിസം പഠിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാം ലോക മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ലേ? ലോക മാധ്യമങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളെല്ലാം ഒരു പരിപാടിയാക്കും. ഇതെന്താ പരിപാടി? ചന്തേനെ തല്ലോ? ഇതേതാ സ്ത്രീ? ശരിക്കും പറഞ്ഞാൽ ചില നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ കണ്ടില്ലേ സ്ത്രീകൾ അടികൂടുന്നത്, ലാസ്റ്റ് തുണി പൊക്കി. ചില സമയത്ത് ഇവരെ വീഡിയോ കാണുമ്പോൾ ഇവർ തുണി പൊക്കി കാണിക്കുമെന്ന് സംശയം തോന്നുന്നുണ്ട്. സത്യമായിട്ട് അതുപോലെ എത്തൂല. ചർച്ചയിൽ എത്താണ്ടാകുമ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാന്നറിയാം. ഇങ്ങനെ വിടുവായിത്തും വെറുതെ ഒച്ചപ്പാടാക്കുക. ചർച്ചയിൽ പോയി കഴിഞ്ഞാൽ ചർച്ച തോക്കുന്നവർ ഒച്ചപ്പാടാക്കുന്നവർ ഇവർ ഇരുന്ന് വെറുതെ ബഹളം പൊക്കുക. ഞാൻ പലപ്പോഴും ഭയന്നു പോയി തുണി പൊക്കി കാണിച്ചേക്കുവോ പഠിച്ചവനേന്ന്. നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇവര് തുണി പൊക്കി കാണിക്കും, തുപ്പും തൂറും എല്ലാം ചെയ്യും. അത്രയും നിലവാരം തകർന്ന ഒരു ജേർണലിസ്റ്റ് സുജയ പാർവതി. സംഘികൾ എത്ര പൊക്കിക്കൊണ്ട് കിടന്നാലും സംഘികളെ നിങ്ങളോ ചാണകം, ഇത് ചാണകത്തിനെയും കാട്ടില്ല ചാണകം. എന്താ സുജയ ഒരു ജേർണലിസ്റ്റ് എങ്ങനെ ആകരുത് എന്ന് ജേർണലിസം പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിക്കാനുള്ള ഒരു സാധനമായിട്ട് ഇവരെ വെക്കുക. അത്രയും ഇവരെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്നാ പിന്നെ ശരി, ഓക്കെ.